ഈ പോളിസി ഉടമകൾക്ക് ഒരു ഗ്രീവൻസ് റിഡ്രസൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ പോളിസിക്ക് പരാതി ഉണ്ടെങ്കിൽ ആരടുത്ത് പോകും, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെ നിയമസംരക്ഷണങ്ങളാണ് ഒരു പോളിസി ഉടമയ്ക്ക് ലഭിക്കുന്നുള്ളത്. ഫസ്റ്റിലെ IGMS എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് ഒരു പോളിസി ഉടമയ്ക്ക് ഒരു പോളിസിയെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഈ IGMS സിസ്റ്റം പ്രകാരം നമുക്ക് ആ പരാതി രേഖപ്പെടുത്താൻ പറ്റും. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ലെവൽ ഓഫ് പരാതി കൊടുക്കേണ്ടത്, നമുക്കൊരു പരാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മാനുവൽ സിനിമയ്ക്കകത്ത് നമുക്കൊരു പോളിസി റിജക്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു പോളിസി റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റിലെ നമുക്ക് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതൊരു വ്യക്തിയാണ് ഓംബുഡ്സ്മാൻ. ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പരാതിക്ക് ചെല്ലാം. പരാതി കൊടുക്കാനുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ വരെ ഉള്ള പോളിസിക്കാണ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നത്. ഈ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ശേഷം അതിന് പരാതി ലഭിച്ചത് തൃപ്തികരമല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഫോറത്തിലോട്ട് കൊടുക്കാം. അവിടെയും 20 ലക്ഷം രൂപയുടെ പോളിസി വരെ അവിടെയും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പരാതി ലഭിച്ചത് തൃപ്തികരമല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഫോറത്തിലോട്ട് പോകാം. ഡയറക്റ്റ് വേണമെങ്കിലും ഡിസ്ട്രിക്റ്റ് ഫോറത്തിലോട്ട് പോകാം. സോ ഇതിൽ നമ്മുടെ പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എത്ര ലക്ഷം രൂപ വരെയാണ് ഓംബുഡ്സ്മാന് പരാതിയുടെ അല്ലെങ്കിൽ പൈസയുടെ എത്ര ലക്ഷം രൂപ വരെ അവാർഡ് കൊടുക്കാനാണ് ഓംബുഡ്സ്മാന് പറ്റുന്നത്. അവാർഡ് എന്ന് ഉദ്ദേശിക്കുന്ന പെനാൽറ്റി. ഇപ്പം 20 ലക്ഷം രൂപയുടെ പോളിസി വരെ പെനാൽറ്റി 20 ലക്ഷം രൂപ ആയിരിക്കുമല്ലോ, ക്ലെയിമിൻ്റെ എമൗണ്ട് 20 ലക്ഷം രൂപ ആയിരിക്കുമല്ലോ. ആ 20 ലക്ഷം രൂപയുടെ ക്ലെയിം എമൗണ്ട് നമുക്ക് ഓംബുഡ്സ്മാന് അവാർഡ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അവാർഡ് എന്ന് ഉദ്ദേശിച്ച പെനാൽറ്റിയാണേ. അപ്പോൾ ചോദ്യം എങ്ങനെ ആയിരിക്കും, ഓംബുഡ്സ്മാൻ്റെ ലിമിറ്റ് എന്തുവാന്നുള്ളതായിരിക്കും ഒരു ചോദ്യം. അപ്പോൾ 20 ലക്ഷം രൂപ. ഇനി ഡിസ്ട്രിക്റ്റ് ഫോറത്തിൻ്റെ ലിമിറ്റ് എന്തുവെന്നുള്ളതായിരിക്കും ഒരു ചോദ്യം. അതും 20 ലക്ഷം രൂപ തന്നെയാണ്. ഡിസ്ട്രിക്റ്റ് ഫോറത്തിന് മുകളിൽ, അതായത് 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു പോളിസിക്ക് നമ്മൾ സ്റ്റേറ്റ് ഫോറത്തിന് പോകണം. സ്റ്റേറ്റ് ഫോറത്തിൽ 20 ലക്ഷം തൊട്ട് 1 CR വരെ അത് സ്റ്റേറ്റ് ഫോറത്തിൽ കൊടുക്കാം. ഇനി സ്റ്റേറ്റിലും പറ്റത്തില്ല, 1 CR എബോവ് സെറ്റിൽ ചെയ്യേണ്ട പോളിസി ആണെങ്കിൽ നാഷണൽ ലെവലിലോട്ട് നേരെ അത് പോകും. അത് 1 CR മുകളിലാണ്, എബോവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പരാതി ഈ നാഷണൽ കൺസ്യൂമർ ഫോറം അല്ലെങ്കിൽ നാഷണൽ ലെവൽ കൺസ്യൂമർ ഫോറത്തിലും നമുക്ക് പരാതി കൊടുത്തിട്ട് തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലോട്ട് പോകാം. സുപ്രീം കോർട്ടാണ് ഫൈനൽ പരാതി നമുക്ക് തരുന്ന, അതായത് വിധി തരുന്ന ആൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇനി നമ്മൾ ഓംബുഡ്സ്മാനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഓംബുഡ്സ്മാൻ്റെ അടുത്ത് അല്ലെങ്കിൽ IGMSൽ പരാതി, നമ്മൾ ഓംബുഡ്സ്മാൻ്റെ പരാതി കൊടുക്കാമെന്ന് ചൊല്ലുന്നു. ഓംബുഡ്സ്മാനാണ് ഈ പരാതികളെല്ലാം ഫോർവേഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഒരു ക്ലെയിം റിജക്റ്റ് ആയതിനു ശേഷം ആദ്യത്തെ ടൈം ഇത് കുറച്ച് ടൈമുകളാണ്. ഇത് നമ്മുടെ ചോദ്യത്തിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടൈമുകളാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലെയിം റിജക്റ്റ് ആയിട്ട് 1 വർഷത്തിനിടയ്ക്ക് പരാതി കൊടുത്തിരിക്കണം ഓംബുഡ്സ്മാനിൽ. 2 വർഷം കഴിഞ്ഞിട്ട് പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ക്ലെയിം കിട്ടില്ല. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണം. ക്ലെയിം റിജക്റ്റ് ആയതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ. ഇനി പരാതി കൊടുത്തെന്ന് വെച്ചോ, ഇവിടെ പരാതി കൊടുത്തു, കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഓംബുഡ്സ്മാൻ റെക്കമെൻഡേഷൻ പറയണം. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓംബുഡ്സ്മാൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വിധി. ഓംബുഡ്സ്മാൻ്റെ അഭിപ്രായം 30 ദിവസത്തിനുള്ളിൽ വന്നിരിക്കണം. 30 ദിവസം. ഇനി ഈ 30 ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് 30 ദിവസമല്ല, 1 മന്ത്. ഈ 30 ദിവസം 1 മന്ത് എന്ന് പറയുന്നത് 30 ദിവസവും വരാം, 31 ദിവസവും വരാം. അപ്പോൾ നമുക്ക് 1 മന്തിനുള്ളിൽ ഇതിൻ്റെ വിധി വന്നിരിക്കണം. അപ്പോൾ 1 മന്താണ് ഓംബുഡ്സ്മാന് കൊടുത്തിട്ടുള്ള ടൈം ഇത്. നെക്സ്റ്റ്, ഈ വിധി വന്നു കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനുള്ളിൽ പാർട്ടീനെ അറിയിക്കണം. ആരാ പാർട്ടി എന്ന് പറയുന്നത്? ഇൻഷുററുണ്ട്, INSURER. ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി. ഇനി ഇൻഷോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുണ്ട്, അത് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആയ പാർട്ടി. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ ഈ പാർട്ടിക്ക് ലെറ്റർ പോയിരിക്കണം. 15 ദിവസത്തിനുള്ളിൽ അക്നോളജ്മെൻറ്റും വന്നിരിക്കണം.
എന്താണ് അക്നോളജ്മെൻറ്റ്, അതായത് പാർട്ടി ലെറ്റർ റിസീവ് ചെയ്തു എന്നുള്ളത് ഈ രണ്ട് പാർട്ടീസും തിരിച്ച് 15 ദിവസത്തിനുള്ളിൽ ഓംബുഡ്സ്മാന് ലെറ്റർ അയച്ചിരിക്കണം. അപ്പം ഒന്നും കൂടെ ടൈം സ്ലോട്ട് പറയാം. ഓംബുഡ്സ്മാന് 1 വർഷത്തിനുള്ളിൽ ഓംബുഡ്സ്മാന് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കണം ക്ലെയിം റിജക്റ്റ് ആയതിന്. പിന്നെ 1 മാസത്തിനുള്ളിൽ ഓംബുഡ്സ്മാൻ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കണം. അത് 30 ഡേയ്സോ 31 ഡേയ്സോ ആകാം. 1 മന്താണ് ഓംബുഡ്സ്മാൻ്റെ മാക്സിമം ടൈം. ഇനി 15 ദിവസത്തിനുള്ളിൽ ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുർഡ് പാർട്ടിക്ക് ഈ ലെറ്റർ ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ നിന്ന് പോയിരിക്കണം. 15 ദിവസത്തിനുള്ളിൽ പാർട്ടി തിരിച്ച് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ലെറ്ററും അയച്ചിരിക്കണം. ഇനി ലാസ്റ്റത്തെ 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ ഒരു ഫീസും വേണ്ട, ഒരു അഡ്വക്കേറ്റും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓംബുഡ്സ്മാൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കീ മാൻ ഇൻഷുറൻസ്. കീ മാൻ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതായത് ഒരു കമ്പനിയുടെ 5 മാനേജർമാരുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരാൾ ഇപ്പോൾ 4 മാനേജേഴ്സുണ്ട്. ഈ 4 മാനേജേഴ്സിനും നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസിനെയാണ് കീ മാൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആരാണ് ഇതിനകത്ത് കമ്പനിയാണ് ഇൻഷുർഡ് അല്ലെങ്കിൽ ഈ കമ്പനി ഈ 4 പേരുടെയും പേരിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ഒരു സ്ഥാപനം, ഇപ്പോൾ LIC ആണെങ്കിൽ LICയിൽ വന്നിട്ട് പറയുന്നു എൻ്റെ ഈ 4 മാനേജേഴ്സിനും എനിക്കൊരു ഇൻഷുറൻസ് തരണം. ഇവരാരെങ്കിലും മരിച്ചു പോയാൽ എൻ്റെ കമ്പനിക്ക് ഒരു ബൾക്ക് എമൗണ്ട് എൻ്റെ കമ്പനിക്ക് വരണം. അപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ പൈസ കിട്ടുന്നത്? നഷ്ടം വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത് കമ്പനിയുടെ മുതലാളിക്കാണ്, അല്ലേ? ഒരു കമ്പനിയിൽ 4 മാനേജേഴ്സ് ഉണ്ടെങ്കിൽ 4 മാനേജേഴ്സും അവർക്കെടുക്കുന്ന ഇൻഷുറൻസാണ് കീ മാൻ ഇൻഷുറൻസ്. ഈ കീ മാൻ ഇൻഷുറൻസിൽ നമ്മൾ കമ്പനിയിൽ ആരൊക്കെയാണ് കമ്പനിയുടെ ഓണർ, ഇപ്പോൾ കമ്പനിക്ക് ഒരു ഓണർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കമ്പനിയുടെ ഓണർ ഈ കമ്പനിയുടെ 3 സബ് മാനേജേഴ്സ് ഉണ്ട്. ഈ മാനേജേഴ്സിന് ഇൻഷുറൻസ് എടുക്കുക. ഇദ്ദേഹത്തിനാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവരാരെങ്കിലും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇവർക്ക് ഇൻഷുറൻസ് പൈസയൊന്നും കിട്ടില്ല, ഇവർക്ക് ആർക്കും ഒന്നും കിട്ടത്തില്ല. ബെനിഫിറ്റ് കിട്ടുന്നത് കമ്പനിയുടെ ഓണറിനാണ്. അപ്പോൾ കീ മാൻ എന്നുള്ള ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, കമ്പനിയുടെ പാർട്ട്നേഴ്സിനോ ഓണേഴ്സിനോ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് കീ മാൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന എംപ്ലോയി സ്കീം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതേ സെയിം തന്നെയാണ്. ഇവിടെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? കമ്പനിയുടെ ഓണറിനല്ല, ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് എംപ്ലോയീസിനാണ്. അതായത് ഒരു എംപ്ലോയി മരിച്ചു പോയി കഴിഞ്ഞാൽ പൈസ അടയ്ക്കുന്നത് ആരാ? ഈ എംപ്ലോയറും അടയ്ക്കും, പൈസ അടയ്ക്കും, എംപ്ലോയിയും അടയ്ക്കും. ചിലപ്പോൾ 2 പേരും അടയ്ക്കും, ചിലപ്പോൾ ഒരാൾ മാത്രമായിട്ട് അടയ്ക്കും. നേരത്തെ കീമാൻ്റെ കേസിൽ എംപ്ലോയർ മാത്രമാണ് പൈസ അടയ്ക്കുന്നത്. ഇവിടുത്തെ കേസിൽ എംപ്ലോയറും അടയ്ക്കാം, എംപ്ലോയിയും അടയ്ക്കാം, ആര് വേണമെങ്കിലും അടയ്ക്കാം. ഒരു എംപ്ലോയി മരിച്ചു പോയാൽ ആർക്ക് കിട്ടും? എംപ്ലോയിയുടെ ഫാമിലിക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇയാൾക്ക് നഷ്ടപരിഹാരം ഒന്നും തന്നെ അവിടെ ഇല്ല. മനസ്സിലായോ? അതാണ് എംപ്ലോയി സ്കീം. ഇനി ഗ്രൂപ്പ് ഇൻഷുറൻസും സെയിം തന്നെ. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇപ്പോൾ LICയിൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഒരു ബൾക്ക് എമൗണ്ട് അവിടെ ഇടുന്നു. കമ്പനിയുടെ എല്ലാ എംപ്ലോയീസിനെയും കവർ ചെയ്തിട്ട് ഒരു ബൾക്ക് എമൗണ്ട് LICയിൽ കൊടുക്കുന്നു. ഈ LICയിൽ കൊടുക്കുമ്പോൾ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഇദ്ദേഹമോ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു എമൗണ്ട്, സ്പെസിഫിക് എമൗണ്ട് ഇവരിൽ മരിച്ചു പോകുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നു. അതാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയി സ്കീമും ഗ്രൂപ്പ് ഇൻഷുറൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയി സ്കീമിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഏജൻസിന് ഓരോ കമ്പനീനെ അപ്രോച്ച് ചെയ്ത് പോളിസി കൊടുക്കാം. അതിൽ എത്ര എംപ്ലോയറിന് കൊടുക്കണം, പോളിസി കൊടുക്കണമെന്നെല്ലാം തീരുമാനിക്കാനായിട്ട് എംപ്ലോയറിന് അവകാശമുണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏജൻസ് വഴി മുഖാന്തരമല്ല ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് നടക്കുന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസിന് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് LICയിലുണ്ട്. അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം പ്രകാരമാണ്. അതിൽ എല്ലാവർക്കും കൂടെ വേണ്ടി ഒരു പ്രപ്പോസൽ ഫോം അല്ലെങ്കിൽ ഒരു ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ആ കമ്പനിയിലെ എല്ലാവരെയും ഒറ്റയടിക്കുക ആ ഒരു ബൾക്ക് എമൗണ്ടിൽ കവർ ചെയ്യുക. അതൊരു ടേം ഇൻഷുറൻസ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും മിക്കവാറും ടേം ഇൻഷുറൻസ് ആയിരിക്കും. സേവിങ്സ് ഒന്നും കാണത്തില്ല. റിസ്ക് കവറേജ് മാത്രമേ അവിടെ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ കാണത്തുള്ളൂ. സോ അത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഇൻഷുറൻസും ഈ എംപ്ലോയി സ്കീമും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട്. ഇത് നമ്മുടെ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട്
അപ്പോൾ എന്താണ് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട്? അതായത് ഒരു വ്യക്തിക്ക് ഈ ഇൻഷുറൻസിൽ ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരാൾ അദ്ദേഹത്തിന് ഒരു ബിൽഡിങ് വെക്കണം, അദ്ദേഹത്തിനൊരു വീട് വെച്ചു. 1 CR അയാൾ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. അയാൾക്ക് ഫാമിലി ഉണ്ട്, 1 CRൻ്റെ ലോൺ എടുത്ത് 1 crore ലോൺ എടുത്ത് അയാൾ വീട് വെച്ചു. പക്ഷേ ഇയാൾ മരിച്ചുപോയി കഴിയുമ്പോൾ ഇദ്ദേഹം ഒരു പോളിസി എടുത്തിരുന്നു, 1 CRൻ്റെ LIC പോളിസി എടുത്തിരുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ ഇയാൾ പോളിസിയുടെ പ്രപ്പോസലിൽ MWPA ആക്ട് പ്രകാരം ഇത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇയാൾ ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് 1 കോടിയുടെ ഒരു പോളിസി ഉണ്ട്, ഇയാൾക്ക് 1 കോടിയുടെ ലോണും ഉണ്ട്. ബാങ്ക് വന്നിട്ട് ചോദിക്കുവാണ് ഇയാളുടെ അസറ്റ് എന്തൊക്കെയുണ്ട്, ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അസറ്റ് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ എല്ലാം ഇയാളുടെ ലോണിൻ്റെ എടുത്തിട്ട് ഇയാളുടെ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഇയാൾക്ക് ഒരു 2 കോടി രൂപ കടമുണ്ടെന്ന് വിചാരിക്കുക. ഇയാൾക്കെല്ലാം കൂടെ. അപ്പോൾ ഈ 2 കോടി കടമുള്ളിടത്ത് ഇയാളുടെ മുതലെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് 1 കോടിയെ തികഞ്ഞുള്ളൂ. ഇനി ഇയാൾ 1 കോടി രൂപയുടെ കടക്കാരനാണ്. അപ്പോൾ ഫാമിലിയിലെ സ്വത്തുക്കൾ നോക്കുമ്പോൾ ഈ പോളിസി ഉണ്ട്. പക്ഷേ ഈ പോളിസി ബാങ്കുകാർ അറ്റാച്ച് ചെയ്യാൻ നോക്കിയിട്ട് പറ്റത്തില്ല. കാരണം ഇദ്ദേഹം MWPA ആക്ട് ടിക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ഈ MWPA ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് വുമൺ പ്രൊട്ടക്ഷൻ ആക്ട്, അല്ലെങ്കിൽ മാരേജ് വുമൺ പ്രൊട്ടക്ഷൻ ആണോ പ്രോപ്പർട്ടി ആക്ട് ആണോ എന്ന് ഇപ്പോൾ ഒരു സംശയം എനിക്ക് തോന്നുന്നു. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കി. മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട് എന്നാണ്. മാരേജ് വുമൺ 1872, അതായത് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട് 1874 ആണ് അത്, മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട്. ഓക്കെ, ഈ ആക്ട് പ്രകാരം ഇദ്ദേഹം ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോർട്ടിനും ഈ പോളിസി അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ മാരീഡ് വുമൺ, അദ്ദേഹത്തിൻ്റെ വൈഫിനും കുട്ടികൾക്കും മാത്രമാണ് പിന്നീട് അവകാശം. അത് ബാങ്കുകാർക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ബുദ്ധിപൂർവ്വം ഇത് അന്നേരം കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത ടേം ഇൻഷുറൻസ് ആയിരുന്നു കാണണം. ടേം ഇൻഷുറൻസ് അദ്ദേഹം 1 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുത്തത്. അത് അയാൾക്ക് കടമുണ്ടെങ്കിൽ പോലും അയാളുടെ വീടും വകകളും എല്ലാം ബാങ്കുകാർ അറ്റാച്ച് ചെയ്ത് പാപ്പരായി. ബാക്കി ഭാര്യയും കുട്ടികളും പാപ്പരായി. പക്ഷേ ഈ 1 കോടി രൂപ അവർ എലിജിബിളാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത് ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട്. ഇനി ഇതിൽ 2-3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളുണ്ട്. എന്തൊക്കെയാണ് ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്നുള്ളത്? ഈ മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഒരു പോളിസി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഓക്കെ, ഈ കേസിൽ ബാങ്ക് പൈസ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കുകാരങ്ങ് പോയി. ബാങ്കുകാർ പോയിട്ട് ഈ പോളിസിയുടെ പൈസ അപ്പോൾ പിന്നെ ആർക്ക് കൊടുക്കും? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കൾക്കും നേരിട്ട് കൊടുക്കുമോ അതോ വേറെ ഏതെങ്കിലും വഴിയാണോ ഇത് കൊടുക്കുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കൾക്കും ഒരു ചോദ്യം, IRDയുടെ ചോദ്യത്തിൽ ഒരെണ്ണം ചോദിക്കുന്ന ഏതാണ്? ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ചോദ്യം, വൈഫിന് കൊടുക്കുമോ? സെക്കൻഡ് ചോദ്യം, അതോ ഒരു ട്രസ്റ്റിനാണോ ഇത് കൊടുക്കുന്നത്? ട്രസ്റ്റോ അല്ലെങ്കിൽ ട്രസ്റ്റിക്കാണോ കൊടുക്കുന്നത്? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം, ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ട്രസ്റ്റ്. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇയാൾ വെച്ചിട്ടില്ലെങ്കിൽ, ഈ പോളിസി ഹോൾഡർ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് കൊടുക്കും എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ചോദ്യം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഇതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫിന് നേരെ പൈസ കൊടുക്കില്ല, പകരം ഇദ്ദേഹം വെച്ചിട്ടുള്ള ട്രസ്റ്റിയോ അല്ലെങ്കിൽ ട്രസ്റ്റ് അവർക്കായിരിക്കും ഈ പൈസ കൊടുത്തിട്ട് അവരായിരിക്കും ഇത് തീരുമാനിക്കുന്നത്. ഇയാളുടെ വൈഫിന് എത്ര % ഷെയർ കൊടുക്കണം, അല്ലെങ്കിൽ മക്കൾക്ക് ഓരോരുത്തർക്കും എത്ര % ഷെയർ, വൈഫ് ഒന്നിക്കൂടുതൽ വൈഫ് ഉണ്ടെങ്കിൽ ഓരോ വൈഫിനും എത്ര ഷെയർ കൊടുക്കണം. കാരണം അങ്ങനെയും വരാം, വേറെയും വൈഫ് അവകാശപ്പെട്ട് വരുവാണ് ഇദ്ദേഹം എന്നെയും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള സിറ്റുവേഷന് വന്നു കഴിഞ്ഞാൽ ഈ ട്രസ്റ്റ് ആയിരിക്കും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ട്രസ്റ്റീനെ വെച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ ഗവൺമെൻറ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് ബോഡി തന്നെ, ഒരു കോർട്ട് തന്നെ ഒരു ട്രസ്റ്റിനെ ഫോം ചെയ്യിപ്പിച്ചിട്ട് ആ കോർട്ട് അപ്പോയിൻറ്റഡ് ട്രസ്റ്റി ഇത് എന്തോ ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും ഈ പൈസ. സോ വൈഫിന് ഒരിക്കലും ഇതിൻ്റെ പൈസ ഡയറക്റ്റ് കൊടുക്കില്ല. അപ്പോൾ ചോദ്യം അതായിരിക്കും, കറക്റ്റ് തിരിച്ചായിരിക്കും അവർ ചോദിക്കുന്നത്, വൈഫിന് ഈ പൈസ കൊടുക്കുമോ എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. അല്ല, ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ട്രസ്റ്റി ഇവർക്കായിരിക്കും ഈ പൈസ കൊടുക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അത് ടിക്ക് ചെയ്യുക.
അതാണ് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട് 1874 പ്രകാരം ഒരു പോളിസി എടുത്തു കഴിഞ്ഞാലുള്ള ഇത്. ഈ പോളിസി MWPA ആക്ട് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ പോളിസി ഹോൾഡറിന് പോലും പിന്നീട് അതിന് അവകാശമില്ലെന്നാണ് ഞാനൊരു സ്ഥലത്ത് വായിച്ചത്. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് മാരേജ് വുമൺ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ പോലും ഈ ട്രസ്റ്റ് ഇല്ലാതെ ഈ പൈസ അദ്ദേഹത്തിന് കിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനേ ഉള്ളൂ ഈ പൈസയുടെ അവകാശം, അദ്ദേഹത്തിന് പോലും അവകാശമില്ലെന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ.